മഹാത്ഭുതങ്ങളുടെയും വിജയങ്ങളുടെയും കഥ പറയുന്ന സൂറത്തുൽ ഫത്ഹ്. വിശുദ്ധ ഖുർആനിലെ 48ാമത്തെ സൂറത്ത്, 29 ആയത്തുകളുള്ള ഈ സൂറത്ത് വലിയ അത്ഭുതങ്ങളുടെ കലവറയാണ്. ഈ സൂറത്ത് പാരായണം ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന ആ വലിയ നേട്ടങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ സംസാരം. മുമ്പ് നാം 12,000 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് കൊണ്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള നിരവധി ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ അതിന്റെ റിസൾട്ടുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അതിന്റെ റിസൾട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നും അതുമായി ബന്ധപ്പെട്ട് നിരവധി മെസ്സേജുകൾ നമുക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ വളരെ പെട്ടെന്ന് റിസൾട്ട് ലഭിക്കുന്ന 12,000 ബിസ്മിയെ പോലെ തന്നെയുള്ള ഒരു അമലാണ് സൂറത്തുൽ ഫത്ഹ് കൊണ്ടുള്ള അമല്. സൂറത്തുൽ ഫത്ഹ് കൊണ്ട് പടച്ച റബ്ബിൽ നിന്ന് നമ്മുടെ ഏത് ആഗ്രഹവും വളരെ ഞൊടിയിടയിൽ ആത്മാർത്ഥമായി ചെയ്യുകയാണെങ്കിൽ നേടിയെടുക്കാൻ പറ്റും. ആ രൂപത്തിൽ ചെയ്യണമെന്നേ ഉള്ളൂ. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏതു സമയത്താണ് ചെയ്യേണ്ടത്, നമ്മുടെ ഏത് ആഗ്രഹവും അതെങ്ങനെ ചെയ്ത് റബ്ബിൽ നിന്ന് നേടിയെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. മുമ്പ് ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള ഒരുപാട് അമലുകൾ പറഞ്ഞിട്ടുണ്ട്. തഹജ്ജുദ് നിസ്കാരവുമായി ബന്ധപ്പെട്ട്, സൂറത്ത് യാസീനുമായി ബന്ധപ്പെട്ട്, അസ്മാഉൽ ഹുസ്നയിലെ വ്യത്യസ്തങ്ങളായ യാ ലത്തീഫ്, യാ ബാസിത്ത് ഉൾപ്പെടെയുള്ള ഇസ്മുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച ചില അമലുകൾ മാത്രം പറഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പൊ ഞാനിവിടെ. ഇൻഷാ അല്ലാഹ് ഏത് അമലുകൾ ചെയ്താലും നല്ല റിസൾട്ട് ഉണ്ടാകും. ചെയ്യുന്ന നമ്മുടെയും അതിനനുസരിച്ചുള്ള നിയ്യത്തും ഒക്കെ അനുസരിച്ച് ആ കാര്യങ്ങളൊക്കെ അതിന്റെ രൂപത്തിൽ മുന്നോട്ട് പോകും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്ന രൂപത്തിൽ വന്നതാണ് മഹത്തായ സൂറത്തുൽ ഫത്ഹ്. സൂറത്തുൽ ഫത്ഹ് നമ്മുടെ ഏത് ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ സൂറത്തുൽ ഫത്ഹ് ധാരാളമാണ്. അത് മതിയാകുന്നതാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എനിക്ക് ഇന്ന് രാത്രി ഒരു സൂറത്ത് അവതരിക്കപ്പെട്ടു. ആ സൂറത്ത് എനിക്ക് ദുനിയാവിൽ എന്ത് നേടിയാലും അത്രമേൽ സന്തോഷമാകില്ല, അതിനേക്കാളും എനിക്ക് സന്തോഷമായിട്ടുണ്ട് ആ സൂറത്ത് ഇറങ്ങൽ കൊണ്ട്. ലഖദ് ഉൻസിലത് അലയ്യ അല്ലൈല സൂറത്തുൻ ലഹിയ അഹബ്ബു ഇലയ്യ മിമ്മാ ത്വലഅത് അലൈഹി ശംസ്. എനിക്ക് അത് അത്രമേൽ ഇഷ്ടമാണ്, അത്രമേൽ ഇഷ്ടപ്പെട്ട ആ സൂറത്താണെന്ന് പറഞ്ഞ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ ആ പവിത്രമേറിയ സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. ദുനിയാവില് ഉള്ളതിനേക്കാളും എന്ത് നേടിയാലും സന്തോഷമാകാത്ത അത്രയും സന്തോഷം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ സൂറത്ത് ഇറങ്ങിയ സമയത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സൂറത്തുൽ ഫത്ഹ് അതുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുള്ള എത്രയോ ആളുകളുണ്ട്. ഓരോ വീഡിയോസുകളും നമ്മൾ ചെയ്യുമ്പോൾ ആ വീഡിയോസിന് താഴെ എത്ര പ്രയാസങ്ങൾ എഴുതി അറിയിക്കുന്നവർ നിങ്ങൾ വായിക്കുന്നില്ലേ? വലിയ വലിയ പ്രയാസങ്ങൾ എഴുതി അറിയിക്കുന്ന എത്രയോ ആളുകളുണ്ട്. പ്രവാസികളായ ആളുകൾ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, അതേപോലെ തന്നെ മക്കളുണ്ടാകാത്ത, വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് 10, 20, 25 വർഷമായി മക്കളില്ലാത്ത ആളുകൾ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സൂറത്തുൽ ഫത്ഹിന്റെ ഈ ഒരു അമല് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി പറയുന്നതിന്റെ മുമ്പ് ഇത്തരം വിശദീകരണങ്ങൾ നൽകുന്നത് നമ്മൾ ആ വിഷയത്തിലേക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് ആത്മാർത്ഥതയോടുകൂടെ ഇറങ്ങാൻ ഉതകുന്ന രൂപത്തിലുള്ള വിശദീകരണങ്ങൾ പറഞ്ഞാണ് നമ്മൾ അമല് പറയുക. പക്ഷെ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി പറയുന്നുണ്ട്. വിജയങ്ങളുടെ അത്ഭുതങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന മഹത്തായ സൂറത്തുൽ ഫത്ഹ് കൊണ്ട് നിങ്ങൾ കൃത്യമായി പറയുന്ന രൂപത്തിൽ ചെയ്തു നോക്കൂ, നല്ല റിസൾട്ട് അതിലുണ്ടാകും. എത്രയോ ആളുകൾക്ക് നേരത്തെ പറഞ്ഞ പോലെ മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവര് ഒരു തവണയെങ്കിലും സൂറത്തുൽ ഫത്ഹിന്റെ ഈ അമലൊന്ന് ചെയ്തു നോക്കുക. ഒരു തവണ ചെയ്തു നോക്കുക, പിന്നെയും ചെയ്തു നോക്കുക. ഏത് സമയത്താണ് നമുക്ക് അതിന്റെ നമ്മുടെ മനസ്സ് നന്നായി ക്ലിയർ, ഹൃദയ സാന്നിധ്യത്തോടുകൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. ആത്മാർത്ഥമായി ചെയ്തു നോക്കൂ, നല്ല റിസൾട്ട് ഉണ്ടാകും. മക്കളുടെ എക്സാമുമായി ബന്ധപ്പെട്ട് വിജയങ്ങളുടെ കഥ പറയുന്ന സൂറത്തുൽ ഫത്ഹ് ആണ്. മക്കളുടെ എക്സാമുമായി ബന്ധപ്പെട്ട് നല്ല വിജയം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാകും, അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് തന്നെ അവർക്ക് ചെയ്യാൻ പറ്റും. ലഹരിക്കടിമപ്പെട്ട എത്രയോ മക്കളുണ്ട് അല്ലെ? ലഹരിക്കടിമപ്പെട്ട ഭർത്താക്കന്മാരെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ഉപ്പമാരെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. ആ ദുസ്വഭാവം, ആ ലഹരി ഉപയോഗം മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ അമല്, സൂറത്തുൽ ഫത്ഹിന്റെ അമല് ചെയ്തു നോക്കാം.
PSC റാങ്ക് ലിസ്റ്റ് അതിൽ വരാൻ വേണ്ടിയിട്ട് പല ആളുകളും നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇവിടെ നേരിട്ട് വന്ന് എത്രയോ ഗവൺമെന്റ് ജോബിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. അത്തരം ആളുകൾക്കൊക്കെ അത്ഭുതങ്ങളുടെയും വിജയങ്ങളുടെയും കഥ പറയുന്ന ഈ സൂറത്തുൽ ഫത്ഹിന്റെ അമൽ ചെയ്തു നോക്കാവുന്നതാണ്. നല്ല റിസൾട്ട് ലഭിക്കും. വിശ്വാസത്തോടുകൂടെ വളരെ ആത്മാർത്ഥമായി ചെയ്യണമെന്നേ ഉള്ളൂ. സ്വഭാവം നന്നാവാൻ വേണ്ടിയിട്ട്, നമ്മുടെ മക്കളുടെ സ്വഭാവം നന്നാവാന്, ഭർത്താവിന്റെ സ്വഭാവം നന്നാവാന്, ഭാര്യയുടെ സ്വഭാവം നന്നാവാന്, ഉമ്മയുടെ ഉപ്പയുടെ കുടുംബങ്ങളിലുള്ളവരുടെയൊക്കെ സ്വഭാവം നല്ല സ്വഭാവമായി കിട്ടാന് എന്താഗ്രഹങ്ങൾ കരുതിയിട്ട് നമുക്ക് ഈ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യാം. എങ്ങനെയാണ് ചെയ്യേണ്ട രൂപം എന്ന് പറയുന്നുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നത്. മദീന കാണാത്ത എത്രയോ ആളുകളുണ്ട്. മദീനയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകള്, ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകള്, പലരും ഹജ്ജ് യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്തൊക്കെ നമ്മുടെ ഹൃദയവും ഈമാനുള്ള മുഅ്മിനീങ്ങളാണെങ്കിൽ ആ മദീനയിലെത്താൻ, പരിശുദ്ധമായ മക്കയിലെത്താൻ വെമ്പൽ കൊണ്ടുകൊണ്ടേയിരിക്കും, അതിനാഗ്രഹിച്ചു കൊണ്ടേയിരിക്കും. സൂറത്തുൽ ഫത്ഹ് നല്ല നിയ്യത്തോടുകൂടെ ഈ പറയുന്ന രൂപത്തിൽ, ശേഷം പറയാൻ പോകുന്ന രൂപത്തിൽ വളരെ ആത്മാർത്ഥമായി ചെയ്തു നോക്കൂ. ആ മദീനയിലെത്താൻ, പരിശുദ്ധമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ അത് ധാരാളമാണ്, അത് മതിയാകുന്നതാണ്. വീടില്ലാത്ത എത്രയോ ആളുകളുണ്ട്. വർഷങ്ങളായി വാടക വീട്ടിൽ കഴിയുന്ന ആളുകൾ, വീട് പണി തുടങ്ങി വെച്ചിട്ട് അത് പൂർത്തീകരിക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, സാമ്പത്തികമായ പ്രതിസന്ധിയിലകപ്പെട്ട് ഒരു നിലക്കും ഇനി വീട് പണി പൂർത്തീകരിക്കാൻ കഴിയൂല എന്ന് വിചാരിച്ച് പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, അവർക്കൊക്കെ സൂറത്തുൽ ഫത്ഹിന്റെ ഈ അമൽ ധാരാളമാണ്. മനസ്സറിഞ്ഞ് ചെയ്യണമെന്നേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ ഒരു ഫത്ഹ് ലഭിക്കാൻ അതൊരു കാരണമാകും. ചില ആളുകളൊക്കെ വാടക വീട്ടിൽ കഴിയുമ്പോൾ ചില ആളുകൾക്ക് സ്വന്തമായ ഒരു സ്ഥലമുണ്ടാകും, അതിലേക്ക് വീട് വെക്കാനുള്ള ആവശ്യമേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. ചില ആളുകൾക്ക് അത് സ്വപ്നം പോലും കാണാൻ കഴിയുന്നില്ല. കാരണം ഒരു സ്ഥലം പോലും അവർക്കില്ല. പാരമ്പര്യമായി അവർക്ക് അങ്ങനെ താവഴിയായിട്ടൊരു സ്ഥലം കിട്ടിയിട്ടില്ല. ഇനി സ്ഥലവും ക്യാഷ് കൊടുത്തു വാങ്ങിക്കണം, വീടും സ്വന്തം റിസ്കിൽ ഉണ്ടാക്കണം. അത് വലിയ പ്രയാസകരമാണ്, ശ്രമകരമായ ദൗത്യമാണ്. പക്ഷേ റബ്ബിന്റെ മുമ്പിൽ ആ വിഷയത്തിനെ ഇറക്കി വെച്ചാൽ അള്ളാഹു അതിനുള്ളൊരു ഫത്ഹ് നൽകും. അതിന് പറ്റുന്നതാണ് സൂറത്തുൽ ഫത്ഹ്. വളരെ ആത്മാർത്ഥമായി, വളരെ പെട്ടെന്ന് തന്നെ ഈ അമൽ ചെയ്യാത്തവരും ചെയ്തവരും ഒക്കെ ഒരു പ്രാവശ്യം കൂടെ ചെയ്യാവുന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാസികളിൽ പലരും വിദേശ രാജ്യങ്ങളിലൊക്കെ വിസിറ്റിംഗ് വിസയിലൊക്കെ പ്രയാസപ്പെട്ട് നിൽക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഈ അമൽ ചെയ്യാവുന്നതാണ്. ഈ അമൽ നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയിൽ പറയുന്നതിന്റെ മുമ്പ് തന്നെ നമ്മോട് നേരിട്ട് കാണുന്നവരോടും അതേപോലെ ഫോൺ വിളിക്കുന്നവരോടൊക്കെ നമ്മൾ സൂറത്തുൽ ഫത്ഹ് കൊണ്ട് അമൽ ചെയ്യാൻ വേണ്ടി പറയാറുണ്ട്. ആ സമയത്തൊക്കെ അതിന്റെ റിസൾട്ട് വളരെ പോസിറ്റീവായിട്ട് പല ആളുകൾക്കും ലഭിച്ച അനുഭവങ്ങളുണ്ട്. നമുക്കൊക്കെ അറിയാം, ഈ അടുത്ത് ഒരു ഫാമിലി നമ്മോട് ഈ അടുത്ത് കോൺടാക്ട് ചെയ്തിരുന്നു. അവരുടെ കുടുംബത്തിലെ ഒരാള് കേസുമായി ബന്ധപ്പെട്ട് അകപ്പെട്ട് നിൽക്കുകയായിരുന്നു. ആ സമയത്ത് കീഴ്ക്കോടതികളിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ ഒരുപാട് ചെറിയ കോടതികളിൽ നിന്നൊക്കെ ജാമ്യാപേക്ഷ തള്ളിയിട്ട് ജാമ്യം കിട്ടാതെ പ്രയാസപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സമയം അവര് നമ്മെ കോൾ ചെയ്തപ്പോൾ ഈ ഒരു സൂറത്തുൽ ഫത്ഹിന്റെ അമൽ അവരോട് ചെയ്യാൻ വേണ്ടി പറയുകയും അത്ഭുതകരമാകുന്ന രൂപത്തിൽ അവർക്കതിന്റെ ജാമ്യം ലഭിച്ച സന്തോഷ വാർത്ത നമ്മൾ അവരെ അറിയിച്ചിരുന്നു. ഞാനത് അപ്ഡേറ്റ് ചെയ്തിരുന്നു. ഓരോ വിഷയങ്ങളിൽ നമ്മൾ സ്റ്റാറ്റസിലൊക്കെ വെച്ചിരുന്ന ആ വിഷയം. അങ്ങനെ പല അനുഭവങ്ങളും സൂറത്തുൽ ഫത്ഹുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പ്രവാസികളൊക്കെ ആദ്യമായിട്ട് ജോലിക്ക് പോകുന്ന സമയത്ത് ഉസ്താദ് ഞാൻ ഇന്ന് പോകുമ്പോൾ എന്താ ചെയ്യേണ്ടത്, എന്താണ് ഞാൻ ഓതേണ്ടത് എന്നൊക്കെ ചോദിക്കുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്. അത്തരം ചെറുപ്പക്കാർക്കൊക്കെ നല്ല ദീനിനോട് നല്ല ടച്ചിൽ ജീവിക്കുന്ന, നല്ല ദീനി ചിട്ടയിൽ ജീവിക്കുന്ന എത്രയോ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ, അവരൊക്കെ നമ്മോട് പലതും ചൊല്ലാൻ വേണ്ടി ചോദിക്കുമ്പോൾ ഇന്ന് ഉസ്താദ് ഞാൻ ആദ്യമായിട്ട് ജോലിയിലേക്ക് പോവുകയാണ്, എന്താണ് ഉസ്താദ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളത് ഇന്ന് സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്തിറങ്ങിക്കോ, നല്ല ബറക്കത്തുണ്ടാകുമെന്ന് അവരോട് പറഞ്ഞെടുക്കുമ്പോൾ അവർ വളരെ സന്തോഷത്തോടു കൂടെ അതൊക്കെ സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ ഫത്ഹിന് വലിയ ശക്തിയുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ഫത്ഹ് ലഭിക്കാൻ അത് കാരണമാകും. ഇന്റർവ്യൂ ഉള്ള ദിവസങ്ങളിലൊക്കെ ആ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്താൽ അതിലൊരു വലിയ ഫത്ഹ് ലഭിക്കാനും അതിൽ വിജയം ലഭിക്കാനും സൂറത്തുൽ ഫത്ഹ് കാരണമാകും. സൂറത്തുൽ ഫത്ഹ് കൊണ്ട് ഒരുപാട് അമലുകൾ ഉണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് നമ്മൾ പറയുന്നത് ഒരു അമല് മാത്രമാണ് ഇൻഷാ അല്ലാഹ്.
അപ്പോൾ ഈ വീഡിയോക്ക് താഴെ തന്നെ ഒരുപാട് ആളുകൾ സൂറത്തുൽ ഫത്ഹ കൊണ്ടുള്ള അമലുകൾ കൊണ്ട് റിസൾട്ട് ലഭിച്ച അനുഭവങ്ങൾ പറയും. കാരണം മുമ്പുള്ള വീഡിയോസിന് താഴേക്ക് അത് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതവർ അതിന്റെ റിസൾട്ട് അനുഭവിച്ചത് കൊണ്ട് പറയുകയാണ്. ആത്മാർത്ഥമായി ഹൃദയ സാന്നിധ്യത്തോടുകൂടെ വളരെ ആത്മാർത്ഥമായിട്ട് ഈ പറയുന്ന രൂപത്തിൽ ചെയ്തവർക്കൊക്കെ അതിന്റെ റിസൾട്ട് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ഈ സൂറത്തുൽ ഫത്ഹുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം, മറ്റൊരു അനുഭവം പറഞ്ഞാൽ, ഒരു സഹോദരി അവരുടെ ഹസ്ബൻഡിന്റെ അടുത്തേക്ക് വിദേശത്തേക്ക് പോകാൻ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ രണ്ടുപേരും നമ്മളോട് കോണ്ടാക്ട് ചെയ്തിരുന്നു. വിദേശത്ത് നിന്ന് ഹസ്ബൻഡും അതേപോലെ തന്നെ നാട്ടിൽ നിന്നവരൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് ചൊല്ലാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞത്, നിങ്ങൾ സൂറത്തുൽ ഫത്ഹിന്റെ ഒരു രൂപമുണ്ട്, ആ രൂപത്തിൽ കൃത്യമായി ചെയ്യാൻ പറഞ്ഞു. അത് ചെയ്ത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, 1 മാസം കഴിഞ്ഞിട്ട് അവർക്ക് അവിടെ വിദേശത്തേക്ക് എത്താനുള്ള അവസരം ലഭിക്കുകയും അവർ വിദേശത്തേക്ക് പോവുകയും ചെയ്തു. ഒരുപാട് കാലമായിട്ട് തടസ്സങ്ങളെ കൊണ്ട് മുടങ്ങിക്കിടന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു അത്. അങ്ങനെ നിരവധി ആളുകൾക്ക് അനുഭവം ലഭിച്ച ആ മഹത്തായ സൂറത്തുൽ ഫത്ഹ് അത് വളരെ ആത്മാർത്ഥമായിട്ട് ഓതണം. സൂറത്തുൽ ഫത്ഹിലെ അവസാനത്തെ ഒരു ആയത്തുണ്ട്, നമുക്കൊക്കെ അറിയാം, മുഹമ്മദുർ റസൂലുള്ളാഹ് والذين معه أشداء على الكفار رحماء بينهم എന്ന് തുടങ്ങുന്ന ആയത്തിലാഖിരി. ആ ആയത്ത് അത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹാണ്. മാത്രമല്ല ആ ആയത്തിൽ അറബിക് ആൽഫബറ്റിലെ, അറബിക് അക്ഷരമാലയിലെ മുഴുവൻ അക്ഷരങ്ങളും അതിൽ ഇൻക്ലൂഡഡ് ആണ്. അങ്ങനത്തെ ഒരു ആയത്തും കൂടെയാണ്. 2 സവിശേഷതകളുണ്ട് ആയത്തിന്. ഒന്ന്, അതില് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹാണ്. രണ്ടാമത്തത്, അതില് അറബി അക്ഷരമാലയിലെ മുഴുവൻ അക്ഷരങ്ങളും അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ആ ആയത്ത് സൂറത്തുൽ ഫത്ഹിലാണുള്ളത്. ഒരു നിലക്കത്തൊരു മദ്ഹും കൂടെയാണ്. ആ സൂറത്തുൽ ഫത്ഹ് അത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി ഓതാവുന്നതാണ്. ഒരുപാട് നേട്ടങ്ങൾ സൂറത്തുൽ ഫത്ഹ് ഓതിയവർക്ക് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഫത്ഹ് അത് എഴുതിയിട്ട് മായ്ച്ചു കുടിച്ചാലുള്ള നേട്ടങ്ങൾ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. വീടിന്റെ മുൻഭാഗത്ത് സൂറത്തുൽ ഫത്ഹ് അതിന്റെ വാതിൽപ്പടിയിലെ മുൻഭാഗത്ത് ഉയർന്ന സ്ഥലത്ത് എഴുതി വെച്ചാൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ, അതേപോലെ തന്നെ സംസം വെള്ളം കൊണ്ട് സൂറത്തുൽ ഫത്ഹ് എഴുതി കുടിച്ചാലുള്ള നേട്ടം, എല്ലാ ദിവസവും പതിവായി സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യുന്നവർക്ക് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ജോലിയുമായി ബന്ധപ്പെട്ട പ്രയാസം അനുഭവിക്കുന്നവർക്ക് സൂറത്തുൽ ഫത്ഹ് ഓതിയാൽ ആ കാര്യങ്ങൾ നിറവേറാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ ജയിലിലൊക്കെ അകപ്പെട്ട ആളുകൾക്ക് ജയിലിൽ നിന്ന് മോചനം ലഭിക്കാൻ, അതിൽ നിന്നൊരു ഫത്ഹ് ലഭിക്കാൻ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യാവുന്നതാണ്. കുടുംബ ജീവിതത്തിൽ, കൗടുംബിക ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിലൊക്കെ പ്രശ്നങ്ങളുള്ളവർ, പരസ്പരം പിണങ്ങി നിൽക്കുന്നവര്, അകന്നു നിൽക്കുന്നവര്, ത്വലാഖിന്റെ വക്കിലെത്തിയ കുടുംബങ്ങള്, അതിലൊക്കെ എന്ത് ചെയ്യണമെന്നറിയാതെ മക്കളുണ്ടായത് കൊണ്ട് മാത്രം നരകിച്ച് ജീവിക്കുന്ന, അല്ലെങ്കിൽ വിവാഹം കഴിച്ചുപോയി എന്നുള്ളത് കൊണ്ട് മാത്രം കഷ്ടതയോടുകൂടെ ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് നല്ല റാഹത്തിലാവാൻ വേണ്ടിയിട്ട് സൂറത്തുൽ ഫത്ഹ് കൊണ്ട് നിങ്ങൾക്ക് അമൽ ചെയ്യാവുന്നതാണ്. നല്ല റിസൾട്ട് ഇത്തരം വിഷയങ്ങൾക്കൊക്കെ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്താൽ ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇതിൽ പറയാൻ പോകുന്ന ഈ അമൽ കൊണ്ട് ആര് ചെയ്യുന്നോ പ്രവർത്തിക്കുന്നോ അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നല്ല റിസൾട്ട് അനുഭവങ്ങൾ പറയാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായി എല്ലാവരും ചൊല്ലുക. അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. എങ്ങനെയാണ് അതുകൊണ്ടുള്ള അമൽ ചെയ്യേണ്ടത്, ആ അമൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കൃത്യമായി പറയാൻ വേണ്ടി പോവുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 7 ദിവസം സൂറത്തുൽ ഫത്ഹ് 3 തവണ ഓതുക എന്നുള്ളതാണ്. അപ്പൊ 3 തവണ 7 ദിവസം സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്താൽ 21 സൂറത്തുൽ ഫത്ഹ് ആകും. പ്രത്യേകം ശ്രദ്ധിക്കണം. 7 × 3 = 21 അല്ലേ? 7 × 3 = 21 സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യുക എന്നുള്ളതാണ്. 21 സൂറത്തുൽ ഫത്ഹ് എങ്ങനെ പാരായണം ചെയ്യാം? അത് 7 ദിവസം തെരഞ്ഞെടുത്താൽ മതി. അപ്പോ പുരുഷന്മാരൊക്കെ ആണെങ്കിൽ എപ്പോഴും അവർക്ക് ചെല്ലാവുന്നതാണ്. സഹോദരിമാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഓതാൻ പറ്റുന്ന 7 ദിവസം എന്നാണോ പറ്റുന്നത് അത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് 7 ദിവസം കൃത്യമായിട്ട് 3 തവണ, ഒരു ദിവസം 3 തവണ സൂറത്തുൽ ഫത്ഹ്, രണ്ടാമത്തെ ദിവസം 3 തവണ, അപ്പോൾ 6 ആയി. മൂന്നാമത്തെ ദിവസം 3 തവണ, അപ്പോൾ 9 ആയി. ഇങ്ങനെ 7 ദിവസം ഓതുമ്പോൾ
അത് 21 സൂറത്തുൽ ഫത്ഹാകും. അങ്ങനെ 21 സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്ത് അതിന്റെ ശേഷം 489 തവണ യാ ഫത്താഹു യാ അല്ലാഹ് എന്ന് പറയാം. മഹാന്മാർ ഇങ്ങനെ തന്നെ ഈ ഒരു അമലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അലാ ഹിസാബി അബ്ജദ് ഹവ്വസ് എന്ന് പറയുന്ന അറബി അക്ഷരങ്ങൾക്കുള്ള മൂല്യങ്ങളുടെ കണക്കനുസരിച്ച് യാ ഫത്താഹ് എന്ന് പറയുന്ന ഇസ്മിന് പറയാം. വഹിയ 489 മറ. അത് 489 തവണയാണ് അബ്ജദ് കണക്ക് പ്രകാരം യാ ഫത്താഹ് എന്ന് പറയുന്ന ഇസ്മ വരുന്നത്. അപ്പൊ യാ ഫത്താഹു യാ അല്ലാഹ് എന്നുള്ള ഇസ്മ അതിന്റെ ഉടനെ 489 തവണ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് ഈ പറയുന്ന രൂപത്തില് പൂർത്തിയായതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മുടെ ആവശ്യം കൃത്യമായി അല്ലാഹുവിനോട് പറയാം. എന്താവശ്യത്തിന് വേണ്ടിയാണോ ചൊല്ലിയത്, ജോലി ശരിയാവാൻ വേണ്ടിയാണെങ്കിൽ അത് റബ്ബിനോട് പറയാ, മകളുടെ വിവാഹം ശരിയാകാനാണെങ്കിൽ അത് പറയാ, കുടുംബജീവിതത്തിൽ ഖൈർ ലഭിക്കാനാണെങ്കിൽ അത് പറയാ, മക്കൾക്ക് എക്സാമിൽ റാങ്ക് ലഭിക്കാനാണെങ്കിൽ, അങ്ങനെ റബ്ബിന്റെ മുമ്പിൽ നമ്മുടെ വിഷയം ഇറക്കി വെക്കാനുള്ള ഒരു സബബായിട്ട് ഇതിനെ മാറ്റിയിട്ട് ആ രൂപത്തിൽ ചെയ്താൽ നമ്മുടെ തടസ്സങ്ങളൊക്കെ നീക്കിയിട്ട് ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടുമെന്ന് മഹാന്മാർ പറയുന്നു. ഫഇദാ തമ്മത് സബഅതു അയ്യാമിൻ ഖുളിയത ഹാജതുഹു ബിഫളില്ലാഹി വകറമിഹി. അങ്ങനെ 7 ദിവസം പൂർത്തീകരിക്കപ്പെട്ടാൽ അവന്റെ ആവശ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സാധിച്ചു കൊടുക്കുമെന്ന് കിതാബുകളിൽ മഹാന്മാർ പറഞ്ഞതായിട്ട് കാണാം. ഇത് ഈ അമല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അന്യ സംസാരങ്ങൾ അതിന്റെ ഇടയ്ക്ക് വരാതിരിക്കുക. അതിന്റെ ഇടയ്ക്ക് വരാതിരിക്കുക എന്ന് പറഞ്ഞാൽ 7 ദിവസത്തിന്റെ ഇടയ്ക്ക് വരാതിരിക്കുക എന്നല്ല, ആ ചൊല്ലുന്ന സമയത്ത് അതിന്റെ ഇടയ്ക്ക് അന്യ സംസാരങ്ങൾ വരാതിരിക്കുക. അഥവാ വിശുദ്ധ ഖുർആനാണ് പാരായണം ചെയ്യുന്നത്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പാലിക്കേണ്ട അദബുകൾ കൃത്യമായി പാലിച്ച് അതുപോലെ തന്നെ അഊദുവും ബിസ്മിയൊക്കെ ഓതിയിട്ട് കൃത്യമായിട്ട് പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പരമാവധി നമുക്ക് അറിയുന്നതുപോലെ മഖ്റജ് അതേപോലെയുള്ള തജ്വീദിന്റെ നിയമങ്ങളൊക്കെ നമുക്ക് അറിവുള്ളതുപോലെ പാലിച്ചിട്ട് കൃത്യമായിട്ട് ഓതാൻ വേണ്ടി ശ്രമിക്കാം. ഏതെങ്കിലും ഒരു നിസ്കാരത്തിന്റെ ശേഷം അതേ ഇരുത്തത്തിൽ ഇരുന്ന് ചൊല്ലുകയാണെങ്കിൽ അതിന് കൂടുതൽ ഫലമുണ്ടാകും. ആ സമയത്ത് മാലാഖമാർ മലക്കുകൾ നിസ്കാരം കഴിഞ്ഞ് അതേ ഇരുത്തത്തിൽ ഇരുന്ന് ദിക്റുകളും തസ്ബീഹുകളും അല്ലാഹുവിന്റെ സ്മരണയിലായി കഴിയുന്നവർക്ക് മലക്കുകൾ പ്രത്യേകം ആശീർവദിക്കുന്നുണ്ട്, അവർക്ക് ഇസ്തിഗ്ഫാറിനെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമുക്കറിയാലോ. അപ്പോൾ ആ ഒരു സമയമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് കൂടുതൽ ഉണ്ടാകും. അപ്പൊ കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു നിസ്കാരത്തിന്റെ സമയം അല്ലെങ്കിൽ 3 നിസ്കാരത്തിന്റെ സമയം, ളുഹറിനോ അസ്റിനോ മഗ്രിബിനോ, അതാവുമ്പോ ഒന്നുകൂടെ നല്ലതല്ല. ളുഹർ അസ്ർ മഗ്രിബ്, അല്ലെങ്കിൽ സുബ്ഹ് അതേപോലെ തന്നെ മഗ്രിബ് അസ്ർ ളുഹർ ഏതെങ്കിലും ഒരു സമയം സെലക്ട് ചെയ്തിട്ട് ആ നിസ്കാരത്തിന് ശേഷം ഒരു ദിവസം ഓരോന്ന് വീതം ചൊല്ലിയാൽ 3 തവണയായി അതേ ഇരുത്തത്തിലിരുന്ന് ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക. പരമാവധി ചെറിയ ചെറിയ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അവരോടൊക്കെ സംസാരിക്കേണ്ടി വരും. അങ്ങനെ അത്യാവശ്യമല്ലാത്ത സംസാരങ്ങളൊക്കെ ഒഴിവാക്കുക. കുട്ടികളൊക്കെ ഉറങ്ങിയ സമയത്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്തരം ഡിസ്റ്റർബൻസും അതേപോലെ തന്നെ നോയ്സസ് ഒക്കെ ഇല്ലാത്ത സമയത്ത് ചെയ്യുമ്പോൾ അത് കൂടുതൽ ഹൃദയ സാന്നിധ്യത്തോടുകൂടെ നല്ല ഖുശൂഓടുകൂടെ ചെയ്യാൻ വേണ്ടി സാധിക്കും അങ്ങനത്തെ സമയങ്ങളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ. അപ്പൊ ഇത് വളരെ ആത്മാർത്ഥമായി ചെയ്ത ഒരുപാട് ആളുകൾക്ക് നല്ല റിസൾട്ട് ലഭിച്ച അമലാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടത്? 7 ദിവസം മുത്തവാലിയൻ തുടർച്ചയായി 7 ദിവസം സൂറത്തുൽ ഫത്ഹ് 3 തവണ വീതം വെച്ച് ഓതിക്കഴിഞ്ഞാൽ 21 സൂറത്തുൽ ഫത്ഹ് ആകും. അങ്ങനെ 21 സൂറത്തുൽ ഫത്ഹ് ഓതിയിട്ട് 489 തവണ യാ ഫത്താഹു യാ അല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ ശേഷം അള്ളാഹുവിനോട് ഏത് കാര്യം ഉദ്ദേശിച്ചാണോ നാം ഈ ഓതുന്നത് ആ ഓതുന്ന കാര്യം റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെച്ച് അള്ളാഹുവിനോട് പറയുക. അങ്ങനെ 7 ദിവസം കഴിഞ്ഞാൽ അമല് പൂർത്തിയായാൽ പിന്നെ പ്രതീക്ഷയോടുകൂടെ നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല സലാമത്ത് നൽകട്ടെ. ഇനി ഇങ്ങനെ ഈ 7 ദിവസം കണ്ടിന്യൂസ്ലി ചെയ്യാൻ സാധിക്കാത്ത ആളുകൾക്ക്, ഇനി പറയാൻ പോകുന്നത് ചെയ്യാൻ കഴിയില്ല. ഇനി ചെയ്യാൻ ഇതല്ലാത്ത മറ്റു രൂപം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വെള്ളിയാഴ്ച ദിവസം പുരുഷന്മാരാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസം പള്ളിയിലിരുന്ന് സൂറത്തുൽ ഫത്ഹ് ഒരൊറ്റ ഇരുത്തത്തിൽ, അങ്ങനെ പെട്ടെന്ന് തീർക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഒരൊറ്റ ദിവസം കൊണ്ട് ഈ അമല് ചെയ്ത് തീർക്കണം എന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ജുമുഅയ്ക്ക് ശേഷം ആ പള്ളിയിൽ ഇരുന്നിട്ട് സൂറത്തുൽ ഫത്ഹ് 21 തവണ അങ്ങ് പാരായണം ചെയ്ത് 489 തവണ യാ ഫത്താഹു യാ അല്ലാഹ് എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഓതിയിട്ട് റബ്ബിനോട് നേരത്തെ പറഞ്ഞതുപോലെ ഏത് ആവശ്യമാണോ പൂർത്തീകരിക്കേണ്ടത് ആ ആവശ്യം പറഞ്ഞ് ദുആ ചെയ്താൽ മതി.
വിദേശങ്ങളിലൊക്കെ ജയിലിലൊക്കെ അകപ്പെട്ട് നിൽക്കുന്ന എത്രയോ ആളുകളെ കുറിച്ച് പ്രയാസം പറയുന്നവരുണ്ട്. അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഈ അമല് വളരെ ആത്മാർത്ഥമായിട്ട് നല്ല നിയ്യത്തോടുകൂടെ ചെയ്യാവുന്നതാണ്. ഇതൊക്കെ വിശുദ്ധ ഖുർആനിന്റെ മാസ്മരിക വചനങ്ങളാണ്. നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാർത്ഥതയ്ക്കും നമ്മുടെ ഖുശൂഇനും നമ്മുടെ നിയ്യത്തിനും അനുസരിച്ച് കാര്യങ്ങൾ ഇങ്ങനെ പൂർത്തീകരിക്കപ്പെടും. അപ്പൊ നല്ല നിയ്യത്തോടുകൂടെ അതിനുശേഷം നിസ്കാരങ്ങളൊക്കെ നിലനിർത്തിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഈ അമല് ചെയ്യുക. അല്ലാഹു നമുക്ക് നല്ല സന്തോഷവും റാഹത്തും